നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. അങ്ങനെ ഗോമാതാവിന്റെ കാലാവധിയും കഴിഞ്ഞു വരികയാണ്. പശുക്കളെ അന്യ സമുദായക്കാർ വാങ്ങിയാൽ അതിനെ കൊന്നു തിന്നാൻ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞ് ബജ്റംഗ് ദളുകാരും ശിവസേനക്കാരും ശ്രീരാമ സേനയും എന്നു വേണ്ട എല്ലാ പ്രസ്ഥാനങ്ങളും അത് കൊണ്ടുപോകുന്നവരുടെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്യുമായിരുന്നു. ഇത് നാം നിരന്തരം കണ്ടുകൊണ്ടിരുന്നതും കേട്ടുകൊണ്ടിരുന്നതുമായ ഒരു കാര്യമാണ്. എന്നാൽ വലിയ ഒരു അബദ്ധം പറ്റിയിരിക്കുകയാണ് ഈ പശുക്കളെ വളർത്തുന്നവർക്ക്. പശു മാതാവാണെന്ന് പറയാനുണ്ടായ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് പശു പാൽ തരുന്നതുകൊണ്ടാണ്. പാൽ തരുന്ന ആ മൃഗത്തെ കൊല്ലുവാൻ നമുക്ക് മനസ്സുണ്ടാവുകയില്ല. ഞാനും അത് അംഗീകരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഗോമാതാവിന്റെ കാര്യം പറയാനാണ്. ഈ ഗോമാതാവിന് കൊടുത്തിരുന്ന പദവി ഇപ്പോൾ പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇനി മുതൽ 14 വയസ്സ് വരെയുള്ളൂ ഗോമാതാവിന് അമ്മയുടെ പദവി. ഇത് കഴിഞ്ഞാൽ മതിയായ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിൽ നിന്നും വസൂലാക്കിക്കൊണ്ട് ഈ പശുക്കളെ അറക്കുവാനായി വാങ്ങിക്കൊണ്ടുപോകാം. പിന്നീട് ഇത് അമ്മയല്ല. वो हमारे गौ माता हम लोग भगवान मानते हैं और वो गौ माता का एक पर्टिकुलर एज ऑफ 14 और उसके बाद अगर उसको मारना है तो उनका सर्टिफिकेट लगेगा. ये नियम है. കണ്ടോ, പശുക്കളെ സ്നേഹിക്കുകയും പശുക്കൾ ദൈവമാണെന്ന് പറയുകയും പശുക്കളെ ആരാധിക്കുകയും ചെയ്തിരുന്നവരുടെ മട്ടുമാറിയത് കണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ മട്ടുമാറിയത്? എന്തുകൊണ്ടാണ് നിയമം ഇങ്ങനെ മാറ്റി എഴുതുവാൻ കാരണം? അതിനെപ്പറ്റി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. ആദായം തരാത്ത ഈ പശുക്കളെ, ഈ ഗോമാതാക്കളെ ഇവർ നിർദാക്ഷിണ്യം തെരുവിലേക്ക് വലിച്ചെറിയുകയാണ്. അങ്ങനെ വലിച്ചെറിയുന്ന ഈ പശുക്കൾ വഴിയോരത്ത് കിടന്ന് ചത്തു കഴിയുമ്പോൾ മുനിസിപ്പാലിറ്റി വാഹനം ഈ പശുക്കളെ എടുത്തുകൊണ്ടുപോയി വലിയ സ്ഥലത്ത് കൊണ്ടുപോയി ഡംപ് ചെയ്യുകയാണ്. അവിടെ കിടന്ന പുഴുത്ത് നാറി നായ്ക്കളും തിന്ന് ഈ അവിടെ വളരെ അരോചകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് പശ്ചിമ ബംഗാൾ ഗവൺമെന്റിലെ സ്ത്രീ ശിശുക്ഷേമ വകുപ്പിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി അഗ്നിമിത്ര പോൾ പുതിയ വിജ്ഞാപനം ഇറക്കിയത്. പശുവിന് 14 വയസ്സ് കഴിഞ്ഞാൽ അതിനെ वो हमारे गौ माता हम लोग भगवान मानते हैं और वो गौ माता का एक पर्टिकुलर एज ऑफ 14 और उसके बाद अगर उसको मारना है तो उनका सर्टिफिकेट लगेगा. ये नियम है. പശുവിനെ യഥാർത്ഥത്തിൽ വാങ്ങിക്കൊണ്ടുപോകുന്നത് അറുത്ത് ഇറച്ചിയെടുക്കാനാണ്. അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ പശുക്കളെ ആദ്യം കറവ കഴിഞ്ഞ പശുക്കളെ സംരക്ഷിക്കാം, അങ്ങനെ ഇതിനെ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം, അങ്ങനെ ഞങ്ങൾ ഗോശാലകൾ രാജ്യം മുഴുവൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുൻ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത ഒരു ഗോശാല ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഈ ഗോശാലയിൽ ജയിലിൽ നിൽക്കുന്നതുപോലെ പശുക്കൾ വെള്ളവും പുല്ലും ഒന്നുമില്ലാതെ മരണം കാത്തു നിൽക്കുകയാണ്. राजनाथ सिंह जी करके गए थे, रक्षा मंत्री. इसका उद्घाटन ये देखिए, और ये हरप्रीत कौर बबला जो मेयर 12 सितंबर 2000 गौशाला, मोहन गौशाला. अब आपको इस गौशाले में गौवंश को भी दिखा रहे हैं. ये देखिए, ये है, ये मवेशी देखिए. इसे गौशाला कहेंगे कि जेल कहेंगे, आप स्वयं बताइए. फिलहाल इसे गौशाला का नाम दिया गया है, और मोहन गौशाला. लेकिन यहाँ इनको खाने पीने के लिए कुछ भी चारा भूसा का की इंतजाम नहीं की गई है. चरवाहे लोग बताते हैं इनको रात में भी कुछ देते हैं खाने के लिए? कुछ नहीं देते रात में खाने के लिए, ऐसे ही रहती हैं. कुछ है ही नहीं है तो क्या देंगे? पानी भी नहीं है, यहाँ पानी भी नहीं है, न भूसा पियारा कुछ भी नहीं है, कुछ भी नहीं है. यहाँ इस रूम में भी है. ഇവരുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി എന്നുള്ളതിന് ഇതിൽ പരം തെളിവിന്റെ ആവശ്യമുണ്ടോ?
ഈ കന്നുകാലിയെ കന്നുകാലിയായി കാണാതെ ഇത് ഞങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ അമ്മയെ മരണം വരെ ഇവർ ശുശ്രൂഷിക്കണം. പക്ഷെ ഇവർക്ക് അങ്ങനെ ശുശ്രൂഷിക്കേണ്ട, ആദായം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അമ്മയെ വേണ്ട. അതായത് നമ്മുടെ ഇപ്പോഴത്തെ രീതി വെച്ച് അമ്മയുടെ ആവശ്യമില്ലാതെ വരുമ്പോൾ നാം വൃദ്ധസദനത്തിലും അനാഥാലയങ്ങളിലും വഴിയോരത്തും കൊണ്ട് തള്ളുന്നത് പോലെ തന്നെ ഈ കന്നുകാലികളെയും സംരക്ഷിക്കുവാൻ ആളുകളില്ല. ആർക്കും ഇതിനെ വേണ്ട. അത്തരം ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം തീരുമാനമെടുക്കുവാനുള്ള കാരണം ഈ മുസ്ലിങ്ങളുടെ ഉത്സവകാലങ്ങളിൽ വളരെ രഹസ്യമായി പശുക്കളെ വളർത്തുന്നവർ ഇവർക്ക് വിൽക്കുമായിരുന്നു. അർദ്ധരാത്രിയിലും വെളുപ്പാങ്കാലത്തും ഒക്കെ ആരും കാണാതെ ഇവർ ഈ കന്നുകാലിയെ കൊണ്ടുപോയി കൊന്ന് ഇറച്ചിയാക്കുമായിരുന്നു. എന്നാൽ ഇവർ മുസ്ലിങ്ങളെ അതിക്രൂരമായി മർദ്ദിക്കുവാനും കൊല്ലുവാനും തുടങ്ങിയപ്പോൾ അവർ ഒരു തീരുമാനമെടുത്തു. ഈ ഉത്സവകാലങ്ങളിൽ, മുസ്ലിം ഉത്സവകാലങ്ങളിൽ ഇനിയും നമുക്ക് ബീഫ് വേണ്ട എന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അടികൊണ്ടത് ആർക്കാണെന്നറിയാമോ? ഈ കന്നുകാലിയെ വളർത്തുന്ന ഹിന്ദുക്കൾക്കാണ്. ആവശ്യമില്ലാത്ത പശുക്കൾ 100 കണക്കിന് ഉണ്ട്. ചില പശു വളർത്തുകാരുടെ കയ്യിൽ 100, 200, 500 പശുക്കളുണ്ട്. ഈ പശുക്കളെ ഇവർ രാത്രിയിൽ ഒരു ഷെൽട്ടറിൽ കിടത്തിയിട്ട് പകൽ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇതിനെ നാട്ടുകാർ തീറ്റി കൊടുത്ത് വളർത്തിക്കൊള്ളു. ഇവർ ഒന്നും അറിയണ്ട. സമയാസമയങ്ങളിൽ പാല് കറന്നെടുത്താൽ മാത്രം മതി. അങ്ങനെ ഒരു ചിലവുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ ഇവർ പാല് വിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇറച്ചിക്കായി ആരും അറിയാതെ ഈ കന്നുകാലികളെ ഇവർ വിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഇതിനെ കശാപ്പ് ചെയ്യുന്ന മുസ്ലിം സഹോദരങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ പശുക്കളെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതാ കളി മാറി. അങ്ങനെ അവരുടെ സമ്മർദ്ദം മൂലമാണ് ഈ പശുക്കളെ 14 വയസ്സ് കഴിഞ്ഞ് ആ മാതാവിന്റെ സ്ഥാനത്ത് നിന്നും മാറ്റിയത്. ഒരു പശുവിന്റെ ശരീരത്തിൽ 33 കോടി ദൈവങ്ങൾ ഇരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആ ദൈവങ്ങളെ എല്ലാവരെയും കറവ കഴിയുന്നതോടെ അവർ എടുത്തു മാറ്റുകയാണ്. അത് കഴിഞ്ഞാൽ ഈ പശു സ്വതന്ത്രയാണ്. പിന്നീട് അത് മാതാവല്ല, അതിന് യാതൊരു പരിവേഷവുമില്ല. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, പല ദുർവാശികളും പല പിടിവാശികളും പിന്നീട് അത് മനുഷ്യന് തന്നെ ദോഷമായി ചെയ്യും. നിങ്ങൾക്കറിയാൻ മേലാത്ത മറ്റൊരു കാര്യം കൂടി പറയാം. ഏറ്റവും കൂടുതൽ ബീഫ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് ഇന്ത്യയിൽ നിന്നുമാണ്. യുപിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഗുജറാത്തിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ബീഫ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത്. ഈ ബീഫ് എന്ന് പറയുന്നത് എന്താണ്? പശുവിന്റെയും കാളയുടെയും പോത്തിന്റെയും ഇറച്ചി തന്നെയാണ്. ഇത് കയറ്റി അയക്കുന്നുവെങ്കിൽ ഈ പശുവിന്റെ സ്നേഹം പ്രസംഗിക്കുന്ന പലരും അത് വെറുതെ പറയുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഒന്നും അറിയാൻ മേലാത്ത ആളുകളോട് പശുവിന്റെ സ്നേഹം പറഞ്ഞ് രാഷ്ട്രീയ ലാഭം കൊയ്യുകയാണ് രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ പൊരുൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ ഈ വീഡിയോ ദയവായി നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്റെ വീഡിയോയ്ക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരെ നമസ്കാരം. इंडिया का बीफ और ये जो है ना, ये दिल्ली की कंपनी है, दिल्ली की कंपनी. अभी तुम इसे देख सकते हो. यहां पे सबसे पहले देखियो, ये जो है लिखा हुआ अरबी में है और इस पैकेट का जो नाम है 5 स्टार है. और दूसरे नंबर पे ये हलाल जो देख रहे हो, ये हलाल है. और अभी जो मैं तुम्हें बताऊंगा सबसे इंपॉर्टेंट चीज है, ये यहां पे आप देख सकते हो बुफालो बीट. ये बुफालो जो होती है ना, तो ये भैंस का गोश्त होता है, हमारे यहां बोलते हैं भैंस. और ये नीचे आप अरबी में भी देख सकते हो लिखाई. आप खुद समझ रहे होंगे ये कौन सी कंट्री में है. और ये है बॉबी वेल. अब ये वेल का नाम तो मैं नहीं लेना चाह रहा. वेल जो है इंग्लिश में बोलते हैं बछड़े को, यानी कि बॉबी वेल. ये वेल की स्पेलिंग मैं आपको बताता हूं. जितने भी अनभक्त सुना है तो ये वेल आप सर्च कर लेना, VEAL. वेल बोलते हैं गाय के बेटे को, यानी कि हमारे यहाँ जो बछड़ा होता है उसको वेल बोलते हैं. और यहाँ पे ये देख सकते हो तुम, पूरा एड्रेस है उत्तर प्रदेश, इंडिया. और ये कंपनी जो है यहाँ पे है न्यू दिल्ली.